ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂൾ തുറക്കാൻ ഇനി 2 ആഴ്ചയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്കൂളിൽ കാശിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവുകയാണ്. സ്കൂളിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ മേടിക്കാൻ പോവുക. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരുങ്ങി നിൽക്കാൻ സുന്ദരിയൊക്കെ ആയിട്ട്. ഇപ്പോൾ ഋഷിഭാവ്യം വരുന്നെന്നും പറഞ്ഞ് ഋഷിഭാവ്യം ഇങ്ങനെ ഇരിക്കുക. പക്ഷേ ഋഷിഭാവ്യം നമ്മൾ കൊണ്ടുപോകത്തില്ല. അയ്യോ, കൊണ്ടുപോകത്തില്ല. ഋഷിഭാവ്യം നമ്മളെ അമ്മൂമ്മയുടെ അടുത്താക്കിയിട്ട് പോകാൻ പോവുകയാണ്. ഞങ്ങൾക്കൊന്ന് കുറേ കടകളിൽ കയറണം. കാശിയുടെ സാധനങ്ങൾ മാത്രമല്ല, എനിക്കും കുറച്ച് പർച്ചേസൊക്കെ ഉണ്ട്. നമ്മൾ പോയിട്ട് എപ്പോൾ വരുമോയെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ കുറേ താമസിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ ഞങ്ങളുടെ കാശിക്കുട്ടന് വിശപ്പൊക്കെ ഇങ്ങനെ തുടങ്ങും. വീട്ടിൽ ഇരുന്ന് കാശിക്ക് വിശപ്പൊന്നും ഉണ്ടാകത്തില്ല. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് വിശപ്പും ദാഹവും ഒക്കെ വരും. നിങ്ങളുടെ വീട്ടിലെ മക്കൾക്കും ഇങ്ങനെയാണോ എന്നൊന്ന് പറയണം കേട്ടോ. ഞങ്ങൾ ഓട്ടോയിൽ കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പം കാശിക്കുട്ടൻ ഇങ്ങനെ അവന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് അത് മേടിച്ച് തരണേ അമ്മേ, ഇത് മേടിച്ച് തരണേ അമ്മേ. ഞാൻ കൂടുതലൊന്നും മൈൻഡ് ചെയ്തില്ല. അവനൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് ആ സർപ്രൈസ്. കുറേ നാളുകൊണ്ട് എന്നോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം വേണമെന്ന്. അപ്പം ഞാൻ ഈ ഐസ്ക്രീം കൂടുതൽ മേടിച്ച് കൊടുക്കത്തില്ല. കാരണം അവൻ എപ്പോഴും പനിയും അലർജിയൊക്കെ വരുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിച്ച് ഞാൻ മേടിച്ച് കൊടുക്കാറില്ല. പിന്നെ ഇപ്പോൾ വെക്കേഷനല്ലേ, പാവമല്ലേ, കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് സർപ്രൈസായിട്ട് ഞാൻ നേരെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. അവന് ഇഷ്ടപ്പെട്ട ഫ്ലേവർ അവൻ മേടിച്ച് ഭയങ്കര ഹാപ്പിയായി കേട്ടോ. ആൾ സർപ്രൈസ് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞാൻ എനിക്കും കൂടെ ഒരെണ്ണം മേടിച്ച് അവനൊരു കമ്പനി കൊടുക്കാൻ ഞാനും കൂടെ കഴിക്കണ്ടേ. കാശിയുടെ ഐസ്ക്രീം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ദുബായ് കുനാഫ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഫ്ലേവർ അതായിരുന്നു. അടിപൊളി സാധനമായിരുന്നു. പക്ഷേ എൻ്റെ കൊള്ളായിരുന്നു. ഐസ്ക്രീം നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ മേളിൽ കുറച്ച് സിറപ്പ് ഒഴിച്ചിരുന്നു. അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഈ കപ്പ് സിറപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അത് എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഐസ്ക്രീം നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ സിറപ്പ് വേണ്ടായിരുന്നു. സിറപ്പിന് ഈ ടേസ്റ്റാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാനത് വേണ്ടെന്ന് പറഞ്ഞേനെ. പിന്നെ പൈസ കൊടുത്ത് മേടിച്ച് പോയില്ലേ ഗായ്സ്. അപ്പോൾ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ പിന്നെ കഴിക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. ഐസ്ക്രീം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ സിറപ്പില്ല, ദാണ്ട് ആ കാണുന്ന ആ പിങ്ക് കളർ സിറപ്പ്, അത് എന്തോ ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് അത് മേളിൽ കുറച്ചേ ഉള്ളായിരുന്നു. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി ഞാൻ കഴിച്ചു. ഞാനും മോനും കൂടെ കഴിച്ചു. പിന്നെ ഇനി അടുത്ത് എന്ത് മേടിക്കണമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാശിക്കുട്ടൻ. ഞാൻ പറഞ്ഞു ഐസ്ക്രീമിൻ്റെ സെക്ഷൻ കഴിഞ്ഞു, ഇനി മേടിക്കത്തില്ല. കാരണം തണുപ്പ് കൂടുതൽ കഴിച്ചാൽ എനിക്ക് തന്നെ പണി കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ച് പിന്നെ അടുത്ത ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്, ഷോപ്പിങ്. ഒരാളുടെ കർത്തവ്യം തുടങ്ങി. ബാസ്ക്കറ്റൊക്കെ എടുത്ത് ഇഷ്ടമുള്ള ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇടാൻ തുടങ്ങി. അപ്പോഴെനിക്ക് അവിടെ ഞാൻ നോക്കിയപ്പോൾ ജാഗറി പൗഡർ ഇരിക്കുന്നുണ്ട്. എനിക്ക് കുഞ്ഞുവാവയ്ക്ക് കുറുക്കിനകത്ത് കുറച്ച് ജാഗറി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതെന്ന് എൻ്റെ പീഡിയാട്രീഷ്യൻ പറഞ്ഞായിരുന്നു. അയണൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാടല്ല, ചെറിയൊരു മധുരത്തിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് നോക്കുമായിരുന്നു, ഓർഗാനിക് ആണോ എന്ന്. അപ്പോൾ ഓർഗാനിക്കിൻ്റെ ഒരെണ്ണം കിട്ടി. അങ്ങനെ അത് ഞാൻ എടുത്ത്. പിന്നെ കാശി ഇങ്ങനെ ചോദിക്കും ഈ കേക്ക് എടുത്തോട്ടെ എന്ന്. അതവൻ്റെ ഫേവറേറ്റാണ്, അതും എടുത്ത്. പിന്നെ ഇവിടെ കുറേ ബിസ്ക്കറ്റൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും മേടിച്ചില്ല. കൂടുതലും മധുരം കഴിച്ചുവിടല്ലോ. പിന്നെ കുറച്ച് നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് എല്ലാം കൂടെ ഉള്ളത് അതൊക്കെ വാങ്ങി. എന്നിട്ട് കാശിക്കൂടെ നേരെ ടോയ്സ് സെക്ഷനിലോട്ട് പോയി. പക്ഷേ ഞാൻ അവിടെ നിന്ന് ശരിയാവില്ലെന്ന് മനസ്സിലാക്കി അവനെ പിടിച്ചുകൊണ്ട് ഷോപ്പിംഗ് മതി പോവാമെന്നും പറഞ്ഞ് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോഴാണ് ഗായ്സ് ഭയങ്കര മഴയും ഇടിയും ബഹളവും ആയിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. മഴയൊക്കെ ഒരുവിധം മാറി. മഴ പിന്നെയും പ്രശ്നമില്ല, ഇടി എനിക്ക് മോനും ഭയങ്കര പേടിയാണ്. ഞങ്ങൾ പിന്നെ അതൊക്കെ മാറിയതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അടുത്ത് ഞങ്ങൾ സിംലയിലോട്ട് കയറി. സിംലയിൽ ഭയങ്കര തിരക്കായിരുന്നു. കൊല്ലത്തുള്ള എല്ലാവരും ഒരു വട്ടമെങ്കിലും സിംല വന്നിട്ടുണ്ടായിരിക്കും. സിംല ഭയങ്കര ഫേമസ് കടയാണ്. അഫോർഡബിളായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കടയാണ് സിംല. അങ്ങനെ സിംലയിൽ നിന്ന് പിന്നെ കുറച്ച് ബുക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി. കാരണം ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് അടുത്ത കടയിൽ കയറണമായിരുന്നു. പിന്നെ അടുത്ത കടയിൽ കയറിയിട്ട് ഒരു ഡ്രസ്സ് മേടിക്കണമായിരുന്നു. അനിയത്തിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കുഞ്ഞിനൊരു ഡ്രസ്സ് മേടിച്ച് പിന്നെ ഞങ്ങൾ 2-3 കടയിൽ കയറി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഹലോ, അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിട്ട് ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കുറേ ഒന്നും വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര മഴയായിപ്പോയി. കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ, എടുത്തൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാശി മേടിച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ കാണിക്കാനായിട്ടോ. കാശിയുടെ ബോക്സ് കണ്ടോ, കാശിയുടെ സ്പൈഡർമാൻ്റെ ബോക്സാണ് കണ്ട്. ഓക്കെ, അത് കാണിക്കാൻ കാശി ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ കണ്ടാൽ മാത്രം പോരെ, കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. ഇല്ലേ കാശി, ഹാപ്പി ആവത്തില്ലേ? അപ്പോൾ നമ്മൾ ഹാപ്പി ആവും. അതുപോലെ
ഇനിയും ഇതുപോലുള്ളത് മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ വ്യൂവേഴ്സൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഓരോ വീഡിയോ എടുക്കാനൊക്കെ ഉള്ള ഒരു പ്രചോദനം വരുത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ ഇതുപോലെ കാണാം. അതുവരെ ബൈ.